ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ 2 മാസമായിട്ടൊരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ചാനൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിൽ ബ്രേക്കൗട്ട് വന്നു. പക്ഷേ എന്നാലും ഒരു വെർട്ടിക്കലായിട്ടുള്ളൊരു മൊമെൻറ്റം വരുന്നില്ല. വളരെ നാരോ റേഞ്ചിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഒട്ടും റേഞ്ച് കൊടുക്കുന്നില്ല. എല്ലാ ക്യാൻഡിലും വളരെ വളരെ കുറവാണ്. ഇതൊരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ചാനലാണ്. നമ്മൾ 2 മാസം മുമ്പ് പറഞ്ഞിരുന്നു. അത് ബ്രേക്കൗട്ട് കൊടുത്തു. പക്ഷേ സ്റ്റിൽ ഒരു 24,600 റെസിസ്റ്റൻസ് നമ്മൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അതിനെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. ഇപ്പോൾ പോസിറ്റീവാണെന്ന് വെച്ചാൽ റുപ്പി അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, ക്രൂഡ് ഓയിൽ ഇറങ്ങുന്നുണ്ട്, പിന്നെ സ്റ്റേറ്റ് ബാങ്ക് റിസൾട്ട്, SBI റിസൾട്ട് എന്നെല്ലാം ഗുഡായിരുന്നു. പിന്നെ PSU ബാങ്കിലും കൂടെ ഒരു മൊമെൻറ്റം വന്നാൽ നന്നായിരിക്കും. പിന്നെ ഈ മൊത്തം ഫോളിൻ്റെ 61.8 റീട്രേസ്മെൻറ്റ് 24,750 അതിന് മുകളിൽ പോയാൽ മാത്രമേ നല്ലൊരു ബുള്ളിഷ് സോൺ മാറും. ഇപ്പോൾ സൈഡ് വൈസും ആയിട്ടാണ് നിൽക്കുന്നത്. അതിന് മുകളിൽ മാത്രമേ നല്ലൊരു ബുള്ളിഷ് എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ 24,600 തന്നെയാണ് സറൗണ്ട് ചെയ്ത് നിൽക്കുന്നത്. അതിന് മുകളിൽ വരണം, പിന്നെ 24,750 മുകളിലും പോകണം. ഇപ്പോൾ ഡൗൺവേർഡ് സ്ലോപ്പിംഗിൽ നിന്ന് ഒരു അപ്വേർഡ് സ്ലോപ്പിംഗ് വന്നിട്ടുണ്ട്. അതിൻ്റെ റേഞ്ച് 24,000 to 25,150 ആണ്. ഇപ്പോൾ ഈ റേഞ്ച് നിൽക്കുന്നത് വെച്ചാൽ ഇപ്പോഴും 24,600 നിൽക്കുന്നത്. ഈ റേഞ്ച് ഇപ്പോൾ ഈ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് മാറി ഒരു ബുള്ളിഷ് സോണിലോട്ട് വന്നിട്ടുണ്ട്. സപ്പോർട്ട് 24,000 നല്ല സപ്പോർട്ടാണ്. പിന്നെ എപ്പോഴും ഞാൻ പറയാനുള്ള 20 EMA 24,300 വരും. ഈ 24,300 350 ആ EMA സപ്പോർട്ടുണ്ട്. 24,000 സപ്പോർട്ടുണ്ട്. ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ 24,750 800 അതിന് മുകളിൽ ക്ലോസ് ചെയ്ത് വന്നാൽ മാത്രമേ നല്ലൊരു ബുള്ളിഷ് നമുക്ക് കാണാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഒരു ദിവസം കയറും, സൈഡ് വൈസ് ആയിരിക്കും, ആ റേഞ്ച് പോകണ്ടായിരിക്കും. 24,750 24,800 ഈ ഫസ്റ്റ് CAS വന്നപ്പോൾ അത് തിങ്കളാഴ്ച ഒരു സ്പൈക്ക് വന്നിട്ട് 24,774 വരെ പോയി. പക്ഷേ എന്നിട്ടും 24,600 റേഞ്ചിൽ തന്നെയാണ് വീണ്ടും ഇന്നലെയൊക്കെ ക്ലോസിങ് വന്നത്. അപ്പോൾ 24,750 മുകളിൽ മാത്രമേ അടുത്ത ബുള്ളിഷ് ഉള്ളൂ. 25,100 2150 ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പാണ് അത് കഴിഞ്ഞുള്ള ടാർഗറ്റ്. Okay, thank you.